നമ്മൾ ഇനി വിളിക്കാൻ പോകുന്നത്, ക്ഷണിക്കാൻ പോകുന്നത് വലിയൊരു മറ്റൊരു അതിഥിയാണ്. അതിഥിയല്ല, നമ്മുടെ കുടുംബാംഗം തന്നെയാണ്. വലിയൊരു പ്രതിഭ. അന്ന ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫ്രെയിമിലേക്ക് എത്തുകയാണ് ശ്രീ മുരുകൻ കാട്ടാക്കട. ശ്രീ മുരുകൻ കാട്ടാക്കട. നമസ്കാരം സർ. നമസ്കാരം. എന്താണ് ആദ്യം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്? ഈ ഒരു ഓളം കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഗംഭീരം. വളരെ വളരെ സന്തോഷം തോന്നുന്നു. കാരണം പ്രതിഭകളുടെ, കൊച്ചുമക്കളുടെ, അടുത്ത തലമുറയുടെ നമ്മുടെ ഒരു പ്രതീക്ഷയല്ലേ ഈ കാണുന്നത്. വളരെ പുഷ്കലമായി സന്തോഷകരമായ ഒരു ജീവിതം അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകുമെന്നതിന്റെ അടയാളപ്പെടുത്തലായിട്ടാണ് തോന്നുന്നത്. സന്തോഷമുണ്ട്, ഹാപ്പിയാണ് പുതിയ തലമുറയെ കാണുമ്പോൾ. പിന്നെ തീർച്ചയായും ആത്യന്തികമായി ഞാൻ അധ്യാപനായതുകൊണ്ട് ഈ മേഖലയുമായി ബന്ധം നേരത്തെ തന്നെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തീർച്ചയായും അത് കുറച്ചുകൂടെ സന്തോഷം, അധ്യാപകൻ എന്ന നിലയിൽ കൂടെ. നമ്മൾ ആദ്യമേ എനിക്ക് സംസാരിക്കാനല്ല, അദ്ദേഹത്തിന്റെ ഒരു കവിത കേൾക്കണം എന്നത് ഏത് കവിത ചോദിക്കണമെന്നാണ് സംശയം. രേണുക ചോദിക്കണോ, ബാഗ്ദാദ് ചോദിക്കണോ, ഏത് ചോദിക്കണം? അല്ലെ, ഈ കവിത പദ്യപാരായണം ഇതിലെ പ്രധാനപ്പെട്ട ഒരു സാധനം. നമ്മുടെ ഈ പിന്നെ കലോത്സവത്തിൽ പദ്യപാരായണം ഒരേ സമയം പിന്നെ ഒരു സാഹിത്യ പ്രവർത്തനമാണ്, അതേ സമയം തന്നെ അതൊരു കലയുമാണ്. അപ്പൊ തീർച്ചയായും പദ്യപാരായണവുമായി ബന്ധപ്പെടുത്തിയ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഈ മേഖലയിലുണ്ട്. ഈ പണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ അധ്യാപകനായ കാലത്ത് ഞാൻ നിരന്തരമായി വിധികർത്താവായി പോകുമായിരുന്നു. പിന്നെ അതങ്ങ് നിർത്തി. കാരണം അറിയോ, നിരന്തരമായി എന്റെ കവിതകൾ ഇങ്ങനെ ധാരാളം എത്രയോ വർഷങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയം തൊട്ട് ഏത് കവിതയെ ചൊല്ലാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ മുരുകൻ കാട്ടാക്കട കവിത തീർച്ചയായിട്ടും അതൊരു ധാരാളം ഒരു ഗംഭീര സംഗതിയായി. അപ്പൊ അതിനകത്ത് ഉണരാത്ത പത്മതീർത്ഥങ്ങൾ എന്നൊരു കവിത, ഒരു കുഞ്ഞ് അവസാനമായി ഞാൻ ഈ കലോത്സവത്തിൽ വിധികർത്താവായി ഇരിക്കേണ്ടെന്ന് തീരുമാനിക്കാൻ കാരണം അതാണ്. ഒരു സബ് ജില്ലാ യുവനോത്സവത്തിൽ ഇരിക്കുമ്പോൾ ഈ ഉണരാത്ത പത്മതീർത്ഥങ്ങൾ എന്ന കവിത ചൊല്ലുന്നു. അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഈ കുട്ടി നന്നായി ചൊല്ലരുതേ എന്ന്. കാരണം എന്താണെന്നറിയോ, ഞാൻ തീർച്ചയായിട്ടും ഉത്തരം കൊടുക്കുമ്പോഴേ ഞാൻ അതിന് 1ാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ പറയല്ലേ അയാളുടെ കവിത അങ്ങനെ. ഞാൻ ഏറ്റവും കുറച്ച് മാർക്ക് കിട്ടും ആ കുട്ടിക്ക്. യഥാർത്ഥത്തിൽ നന്നായി കവിത ചൊല്ലിയവള്, പക്ഷെ ആ കുട്ടിക്ക് 1ാം സ്ഥാനം കിട്ടി. അപ്പൊ വലിയ പ്രതിസന്ധിയാണ്. അപ്പൊ 1ാം സ്ഥാനം കിട്ടിയതിന് ശേഷം എന്നോട് മറ്റ് വിധികർത്താക്കളായിരുന്ന പ്രതിഭകൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത് വളരെ മോശമായി പോയി. പക്ഷെ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും പിന്നെ ഈ വിധികർത്താവായിരിക്കേണ്ട തിരിച്ചു. അപ്പൊ ആ കവിത ഇപ്പൊ ഈ രേണുക എന്ന കവിതയായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലേ? ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഇന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം. നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്രമാത്രം. അങ്ങനെയാണ് തോന്നുന്നത്. അതായത് ഇത് കവിത ആലാപനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ കലയാണ്. അത് ആ അർത്ഥത്തിൽ ഞാൻ പിന്നെ കലോത്സവത്തിൽ ചെന്നിരിക്കുമ്പം ഇതേ വരികൾ തന്നെ വ്യത്യസ്തമായ രീതിയിൽ കുഞ്ഞുങ്ങൾ ചൊല്ലുന്നുണ്ട്. രേണുക്കേ നാം രണ്ടു നിഴലുകൾ, ഇരുളിൽ നാം രൂപങ്ങളില്ല കിനാവുകൾ. പകലിൻ്റെ നിറമാണ് നമ്മളിൽ നിനവും നിരാശയും. കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി. നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്ന കണ്ണുനീർത്തുള്ളി പോലെ എന്നാണ്. അപ്പോൾ തീർച്ചയായും ഈ ആലാപനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നമുക്ക് വേണമെങ്കിൽ കണ്ടുമുട്ടുന്ന നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി എന്ന് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോകാം. പക്ഷെ കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി. നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്ന കണ്ണുനീർത്തുള്ളി പോലെ എന്ന് പറഞ്ഞാലും മതി. പക്ഷെ അതിൻ്റെ ആ ഓരോ വാക്കിനും അതിൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഈ ആലാപനത്തിൻ്റെ പ്രത്യേകതയാണ്. വാക്കിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം, അപ്പോഴാണ് അത് ആലാപനമായി മാറുന്നത്. ഒരു കുസൃതി ചോദ്യമാണ്. ആരെങ്കിലും മുമ്പ് ചോദിച്ചിട്ടുണ്ടോ എന്നറിയില്ല. രേണുകയെ കാത്തിരുന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നമ്മളെല്ലാവരും അല്ലേ നിങ്ങളോട് ഞാൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് ചമ്മേണ്ടി വരും. ഏറ്റെടുക്കും. അപ്പൊ തീർച്ചയായിട്ടും ഉണ്ട്. വ്യത്യസ്തങ്ങളായ പ്രണയബോധങ്ങളിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകുന്നുണ്ട്. ഞാനും പലതരത്തിലുള്ള പ്രണയബോധങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെയും, പ്രത്യക്ഷവും പരോക്ഷവും.
അതുപോലെ എൻ്റെ സുഹൃത്തുക്കളുടെ പല പ്രണയബോധങ്ങൾ അതിനെല്ലാം കൂടെ ഒരു കവിതയിൽ ആരോപിച്ചതാണ് ആ കവിത. രേണുക്കേ നീരാഗരേണു, രേണുക എന്നൊരു കഥാപാത്രം ഇല്ല കേട്ടോ. കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു, പിരിയുമ്പോഴേ തോന്നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ. അങ്ങനെയാണ്. ഇഷ്ടപ്പെട്ടോ? അതെ, ചോദ്യം പ്രിയപ്പെട്ട കവിയെ മുന്നിൽ എത്തിയപ്പോ ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. ഒരു കന്നഡ. കന്നഡയുടെ രണ്ടുപേരും വേണമെന്ന് പ്രേക്ഷകർക്ക്. അങ്ങ് എവിടെ നിന്ന് വരുന്നു? വയനാട്ടിൽ നിന്നാണ് അല്ലേ? വയനാട്ടിൽ നിന്നാണ്. വയനാട്ടിൽ ഞാൻ ചൂരൽമലയിൽ വന്നിരുന്നു. ആ സമയത്ത് തന്നെ ആ ദുരന്തം നടക്കുന്നതിന്റെ അടുത്ത ദിവസം ഞാൻ അവിടെ വന്ന് മക്കളെ കണ്ടായിരുന്നു. കന്നഡ ഒരു കർഷകന്റെ ആത്മഹത്യ ഗ്രൂപ്പ് വയനാടുമായി ബന്ധപ്പെടുത്തി അവിടെ തന്നെ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്ത വാർത്ത കണ്ടിട്ടാണ്. ഇത് പാടമല്ലെൻ്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്, ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളുക, പുഴയല്ല കണ്ണീരിനുറവയാണ്, വറ്റി വരളുന്നതുയിരിൻ്റെ യമുനയാണ്, ഇനി എൻ്റെ ശാന്തിയുമെടുത്തു കൊള്ളുക, ഇനി എൻ്റെ ശാന്തിയുമെടുത്തു കൊള്ളുക എന്നാണ്. എന്തായാലും വയനാട് സന്തോഷം. അപ്പോ അതെ, ഈ ശബ്ദം ഇങ്ങനെ ഗംഭീരമായി നിലനിർത്തുന്നതിന്റെ ഒരു പൊടിക്കൈ എന്താ? ഒരു പൊടിക്കയും ഇല്ല. ഉറക്കെ വർത്തമാനം പറയുക, ഉറക്കെ ചൊല്ലുക, അത് തന്നെ പൊടിക്കൈ. സാധാരണ പാട്ട് പാടുന്നവരും കവിത ചൊല്ലുന്നവരും ഒക്കെ തൊണ്ടയ്ക്ക് പ്രത്യേകമായിട്ട് ഒരു ശ്രദ്ധ കൊടുക്കാറുണ്ട്. അങ്ങേക്ക് അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ വർഷങ്ങളോളം ഒരു അധ്യാപകനായിരുന്നു. അപ്പൊ ഈ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഉറക്കെയാണ് എന്ത് ചെയ്യുന്ന വർത്തമാനം പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ അർത്ഥത്തിലൊരു പ്രാക്ടീസ് എൻ്റെ കവിത ആലാപനത്തിൽ ചിലപ്പോൾ എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ടാകാം എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. നമുക്ക് ഇനി എന്താ ചോദിക്കാനുള്ളത് അന്ന ഇദ്ദേഹത്തോട്? കവിതയോട് കവിത ചോദിക്കാനോ തോന്നുന്നില്ല അങ്ങയുടെ കവിത. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ഈ 1980-90കളിൽ മധുസൂദനൻ നായർ സാറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു കവിതയ്ക്ക്. അപ്പം വളരെ ഗംഭീരമായി. പിന്നെ ഈ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം വല്ലാതെ കൂടിക്കഴിഞ്ഞപ്പോൾ ഈ സ്റ്റേജുകളിൽ നിന്നെല്ലാം ഈ പദ്യപാരായണത്തിന് വരുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വന്നു. പക്ഷേ ഈ കന്നഡ എന്ന കവിത വന്നപ്പോൾ അതൊരു കുറച്ചുകൂടെ ഒന്ന് എണ്ണം കൂടി. അപ്പം 50 പേര് മത്സരിച്ചുകൊണ്ടിരുന്നിടത്ത് 500 പേർ മത്സരിക്കാനുണ്ടായി എന്നുള്ളതാണ്. എന്തായാലും കവിത ചൊല്ലപ്പെടേണ്ടതാണ്, കവിത ചൊല്ലൽ അർഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മുടെ മക്കൾ ഗംഭീരമായി കവിതയെ കൊണ്ടാടുന്ന കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ആശാന്റെയും ഉള്ളൂരിൻ്റെയും എഴുത്തച്ഛൻ്റെയും ചെറുശ്ശേരിയുടെ എല്ലാം കവിത ഇത്തരം വേദികൾ മനോഹരമായി ആലപിക്കപ്പെടുക കൊണ്ടാടപ്പെടുകയും ചെയ്യുന്നത് നാളെയും മറ്റന്നാളും മലയാള ഭാഷയും സാഹിത്യവും നിലനിൽക്കും എന്നതിന്റെ കൂടെ അടയാളപ്പെടുത്തലായിട്ട് കാണാനാണ് ഞാൻ. കവിതകൾ എത്രത്തോളം സ്വീകാര്യമാണ് എന്നുള്ളത് നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ മനസ്സിൽ ആരാധിക്കുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ 4 വരി കവിത. എല്ലാ കവികളെയും ഞാൻ ഒരുപോലെ കാണുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഒരു ആത്മഗുരുവായി കാണുന്നത് പൂന്താനം നമ്പൂതിരിയാണ്. കാരണം പൂന്താനം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹത്തെ ഒരു ഭാഷാ കവിയായി, ഒരു മലയാളത്തിലിരുന്ന കവി, അന്ന് സംസ്കൃതബദ്ധമായി എഴുതുന്ന കവികൾക്കായിരുന്നു പ്രാധാന്യം. ഇപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ടൊരു കവിയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു ആത്മഗുരുവായിട്ട് ഞാൻ കാണുന്ന പൂന്താനമാണ്. കൂടെയല്ല പിറക്കുന്ന നേരത്ത്, കൂടെയല്ല മരിക്കുന്ന നേരത്ത്, കൂടെയല്ല പിറക്കുന്ന നേരത്ത്, കൂടെയല്ല മരിക്കുന്ന നേരത്ത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ എന്നാണ്. കൂടെയല്ല പിറക്കുന്നത്, കൂടെയല്ല അല്ലേ മരിക്കുന്നത്, ഇടയിൽ കാണുമ്പോൾ എന്തിനാണ് ഈ മത്സരം, കോമ്പറ്റീഷൻ എന്നാണ്. ഈ മത്സരത്തെ സംബന്ധിച്ച് അന്നേ അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ്. വിദ്യ കൊണ്ടറിയേണ്ടത് അറിയാതെ വിദ്വാൻമാരായി നടിക്കുന്നതു ചിലർ എന്നാണ് അദ്ദേഹത്തിന്റെ ഈ ജ്ഞാനപ്പാന എന്ന കവിത തുടങ്ങുന്നത്. ആ കാവ്യം തുടങ്ങുന്നത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടല്ല. ആ കാലഘട്ടത്തിലെ എല്ലാ കവികളും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരുന്നു കൃതികൾ തുടങ്ങിയിരുന്നത്. പക്ഷേ ഇദ്ദേഹം ഗുരുനാഥനെ സ്തുതിച്ചുകൊണ്ടാണ്. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ
നരജന്മം സഫലമായി തിരുവാൻ എന്നാണ്. മങ്ങിയ കാഴ്ചകളെ കുറിച്ചും മനുഷ്യ സ്നേഹത്തെ കുറിച്ചും അങ്ങ് എഴുതിയിട്ടുണ്ട്, ചൊല്ലിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഒരേ ഒരു കവിത കൂടി അങ്ങയുടെ. മനുഷ്യ സ്നേഹത്തെ കുറിച്ച് മനുഷ്യനാകണം മനുഷ്യനാകണം, 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 ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. കൊന്നു കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, എങ്കിലെന്തു തോൽക്കുകയില്ല താണു മാർക്സിസം. തോൽക്കുകയില്ല, തോറ്റുവെങ്കിലില്ല മാർക്സിസം. കണ്ണടയുടെ രണ്ടുപേരും എന്താ ഒന്ന് കൈയടിച്ചേ, ഇതെന്താ അദ്ദേഹത്തെ പോലെ ഒരു- എല്ലാരും ഒന്ന് വലിയൊരു കയ്യടി. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഇത്രത്തോളം നിരവധി കവിതകൾ അദ്ദേഹം നമുക്ക് വേണ്ടി ആലപിച്ചു. അദ്ദേഹത്തിന്റെ സ്വന്തം കൃതികളൊപ്പം അദ്ദേഹം മാനസഗുരുവായി കാണുന്ന പൂന്താനത്തിന്റെ അടക്കമുള്ള വരികൾ നമുക്ക് വേണ്ടി എത്തിച്ചു. വലിയ സന്തോഷം ഞങ്ങൾക്കൊപ്പം എത്തിയതിന്, കവിതകൾ ചൊല്ലിയതിന്, നിങ്ങൾ കൃത്യമാക്കിയതിന്. കൊണ്ടാടുക, ആഘോഷിക്കുക കേട്ടോ. വിസ്മയം പോലെ ലഭിക്കും നിമിഷങ്ങൾക്ക് അർത്ഥം കൊടുത്ത് ജ്വലിപ്പിക്കുക. കടമനിട്ട് പറയുന്നതാണ്, വിസ്മയം പോലെ ലഭിക്കും നിമിഷങ്ങൾക്ക് അർത്ഥം കൊടുത്തു ജ്വലിപ്പിക്കുകയാണു നാം. എല്ലാവർക്കും ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.